ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള സാമ്പത്തിക മേഖലകളെക്കുറിച്ചാണ്. ഉൽപ്പാദന മേഖലകൾ, എക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ദേശീയ വരുമാനം ലഭിക്കുന്ന പ്രധാന മേഖലകളാണ് കാർഷിക മേഖല, വ്യവസായ മേഖല, സേവന മേഖല. ഒരു രാജ്യത്തെ സമ്പദ്ഘടനയെ പ്രധാനമായിട്ടും 3 അടിസ്ഥാന മേഖലയായിട്ട് തരംതിരിച്ചിരിക്കുന്നു. 1. പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ. 2. ദ്വിതീയ മേഖല, സെക്കൻഡറി സെക്ടർ. 3. തൃതീയ മേഖല, ടെറിഷറി സെക്ടർ. പ്രാഥമിക മേഖലയെക്കുറിച്ച് നോക്കാം. പ്രാഥമിക മേഖലയിൽ അടിത്തറ എന്നറിയപ്പെടുന്നത് കൃഷിയാണ്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയെ അറിയപ്പെടുന്നത് പ്രാഥമിക മേഖല എന്നാണ്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതുകൊണ്ട് പ്രാഥമിക മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് കാർഷിക മേഖല എന്നാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് കാർഷിക മേഖലയാണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ലഭ്യമാകുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ദ്വിതീയ മേഖല. ദ്വിതീയ മേഖലയുടെ അടിത്തറ വ്യവസായമാണ്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് ദ്വിതീയ മേഖല അറിയപ്പെടുന്നത് വ്യാവസായിക മേഖല എന്നാണ്. അടുത്തതായിട്ട് തൃതീയ മേഖല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖലയാണ്. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് സേവന മേഖല. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിതരണം ചെയ്യുന്നതും ആയിട്ടുള്ള മേഖലയാണ് സേവന മേഖല. വിദ്യാഭ്യാസം, ഗതാഗതം, ബാങ്കിങ്, IT തുടങ്ങിയവ ഉൾപ്പെടുന്ന മേഖല സേവന മേഖലയാണ്. സേവന പ്രവർത്തനങ്ങൾ എല്ലാം ചേർന്ന മേഖലയാണ് തൃതീയ മേഖല. ദേശീയ വരുമാനത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന മേഖലയാണ് തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള CSOയുടെ വർഗീകരണം നോക്കാം. പ്രാഥമിക മേഖലയിൽ വരുന്നതാണ് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനമൊക്കെ. ദ്വിതീയ മേഖലയിൽ വരുന്നത് വ്യവസായം, വൈദ്യുതി ഉൽപ്പാദനം, കെട്ടിട നിർമ്മാണം, സാധനങ്ങളുടെ ഉൽപ്പാദനമൊക്കെയാണ്. തൃതീയ മേഖലയിലെയാണ് വ്യാപാരം, വാണിജ്യം, ഗതാഗതം, ഹോട്ടൽ, വാർത്താവിനിമയം, സംഭരണം, ബാങ്കിങ്, ഇൻഷുറൻസ്, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും. പ്രാഥമിക പ്രവർത്തനങ്ങൾ. മനുഷ്യൻ്റെ വരുമാനദായകമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ. കര, ജലം, സസ്യജാലങ്ങൾ, ധാതുക്കൾ തുടങ്ങി പ്രകൃതി വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുക വഴി പ്രകൃതിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖലകൾ. ഉദാഹരണമായിട്ട് നായാട്ട്, ഭക്ഷ്യവസ്തുക്കൾ ശേഖരിക്കൽ, കാലിമേച്ചിൽ, മത്സ്യബന്ധനം, വനവൽക്കരണം, കൃഷി, ഖനനം, കരിങ്കൽ ഖനനം തുടങ്ങിയവയൊക്കെയാണ്. സാമ്പത്തിക വികസനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ജനങ്ങളിലെ ഭൂരിഭാഗം പേരും പണിയെടുത്തിരുന്ന മേഖല പ്രാഥമിക മേഖലയാണ്. പ്രാഥമിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ വിളിക്കുന്നത് ചുവപ്പ് കോളർ, റെഡ് കോളർ ജോലിക്കാർ എന്നാണ്. അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന സാമ്പത്തിക പ്രവർത്തനമാണ് നായാട്ടും ശേഖരണവും. അടുത്തതായിട്ട് ദ്വിതീയ പ്രവർത്തനങ്ങൾ. ഉൽപ്പാദനം, സംസ്കരണം, നിർമ്മാണം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നത്. മാനേജ്മെൻറ്റ് സംവിധാനത്തിന് കീഴിലുള്ള രേഖകളും കണക്കുകളും പുസ്തകങ്ങളും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഭൂമിശാസ്ത്രപരമായിട്ട് കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ള ഉൽപ്പാദന യൂണിറ്റുകളാണ് വ്യവസായങ്ങൾ. ആധുനിക വ്യവസായങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളതും അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ളതും ലോകത്തിൻ്റെ മൊത്തം വിസ്തൃതിയുടെ എത്ര ശതമാനത്തിൽ താഴെയാണ്? 10%. അഗ്ലോമറേഷൻ ഇക്കണോമി. അടുത്തടുത്തുള്ള മുഖ്യ വ്യവസായവും മറ്റുള്ള വ്യവസായശാലകളും അനേകം വ്യവസായങ്ങൾക്ക് നേട്ടമാകാറുണ്ട്. ഈ നേട്ടങ്ങൾ അറിയപ്പെടുന്നത് അഗ്ലോമറേഷൻ ഇക്കണോമി എന്നാണ്. വ്യവസായശാലകൾ തമ്മിലുള്ള പരസ്പര ബന്ധം, സമ്പദ് വ്യവസ്ഥയുടെ സഞ്ചയം എന്നെല്ലാം അറിയപ്പെടുന്നത്
അഗ്ലോമറേഷൻ എക്കണോമി എന്നാണ്. വ്യത്യസ്ത വ്യവസായശാലകൾ തമ്മിൽ നിലനിൽക്കുന്ന ബന്ധങ്ങളിൽ നിന്നുമാണ് നിക്ഷേപങ്ങൾ ലഭിക്കുന്നത്. അടുത്തതായിട്ട് തൃതീയ പ്രവർത്തനങ്ങൾ. തൊഴിൽപരമായിട്ടുള്ള വൈദഗ്ധ്യം ആവശ്യമായ മേഖലകളാണ് ആരോഗ്യമേഖല, വിദ്യാഭ്യാസം, നിയമം, ഭരണനിർവഹണം, വിനോദം. സേവന മേഖലയിലെ പ്രധാന ഘടകമാണ് മനുഷ്യശക്തി. ഒരു വികസിത സമ്പദ്വ്യവസ്ഥയിൽ ഭൂരിഭാഗം തൊഴിലാളികളും ജോലി ചെയ്യുന്ന തൃതീയ മേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. ഉൽപ്പാദനവും വിനിമയവും. വിനിമയത്തിൽ ഉൾപ്പെടുന്നവയാണ് വ്യാപാരം, ഗതാഗതം, വാർത്താവിനിമയമൊക്കെ. വിവിധ തരം തൃതീയ പ്രവർത്തനങ്ങളുണ്ട്. അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും സേവനങ്ങൾ, വ്യാപാര, ഗതാഗത, വാർത്താവിനിമയ സേവനങ്ങൾ ഒക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാം വിഭാഗ സാമ്പത്തിക പ്രവർത്തനമാണ് വിനോദസഞ്ചാരം. ആതുര ശുശ്രൂഷയ്ക്കായിട്ട് സംയോജിപ്പിച്ചിട്ടുള്ള അന്തർദേശീയ വിനോദസഞ്ചാരം പൊതുവിൽ അറിയപ്പെടുന്നത് ആതുര വിനോദസഞ്ചാരം എന്നാണ്. അറിവ് സമ്പദ്ക്രമം, നോളജ് എക്കണോമി. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായിട്ട് അറിവും സാമ്പത്തിക വിദ്യയും സാങ്കേതിക വിദ്യയും ഫലപ്രദമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന മേഖലയാണ് അറിവധിഷ്ഠിത മേഖല. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് എന്നിവ എന്തിനുദാഹരണമാണ്? അറിവ് അധിഷ്ഠിത മേഖല സ്ഥാപനങ്ങൾക്ക് ഉദാഹരണമാണ്. ആധുനിക സാങ്കേതിക വിദ്യയും വിവര വിനിമയ സാധ്യതകളും ചേർന്ന സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്നത് അറിവ് സമ്പദ്ക്രമം എന്നാണ്. വിദ്യാഭ്യാസം, നൂതന സാങ്കേതിക ആശയങ്ങളുടെ പ്രയോഗം, വിവരവിനിമയ സാങ്കേതിക വിദ്യ എന്നിവയാണ് അറിവ് സമ്പദ്ക്രമത്തിൻ്റെ അടിസ്ഥാനം. ഭൗതിക മൂലധനത്തിൻ്റെ ഉൽപ്പാദനവും ഉപയോഗവും നടക്കുന്ന സമ്പദ്ക്രമമാണ് അറിവ് സമ്പദ്ക്രമം. ഒരു സംരംഭത്തിലോ സമൂഹത്തിലോ ഉള്ള ആളുകളുടെ കൂട്ടായ അറിവ് അറിയപ്പെടുന്നത് ഭൗതിക മൂലധനം എന്നാണ്. അറിവധിഷ്ഠിത മേഖല ഉൾപ്പെടുന്ന മേഖല തൃതീയ മേഖലയാണ്. സേവന മേഖലയിലെ വിജ്ഞാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഭാഗത്തെ ചതുർത്ഥ പ്രവർത്തനങ്ങൾ, പശ്ചിമ പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഉൽപ്പാദന മേഖലകൾ എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സുമൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാവുന്നതുമാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇതുപോലെയുള്ള PSC ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.